ഹായ്, നമസ്കാരം. നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതിന്റെ ചോദ്യ പേപ്പർ ചോരുക, വിദ്യാർത്ഥികൾക്കെതിരെ അനീതി ഉണ്ടാവുക ഒട്ടും ക്ഷമിക്കാൻ പറ്റാത്ത വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ടതാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അത്യന്താവശ്യമാണ്. പക്ഷേ ഇതിന്റെ പേരിൽ ഉണ്ടാക്കിയ സമരത്തില് ചില പിഴവുകൾ, ചില പാളിച്ചകൾ, അതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ, ഒന്നാമത് കാര്യം, മീഡിയാസ് പുറത്തുവിട്ട ഇതിന്റെ വീഡിയോസില് ചില മുദ്രാവാക്യങ്ങൾ, ചില പ്രസ്താവനകൾ, അതൊന്നും ഈ സമരവുമായിട്ട് അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായ അനീതിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ചിന്തിക്കുമ്പം, അതൊക്കെ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് മറ്റെന്തോ ലാക്കോടുകൂടി സംഘടിപ്പിച്ച ഒരു സമരമാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതല്ലെങ്കിൽ തന്നെ ഒരു 10-15 വർഷം മുമ്പ് നടന്ന ഒരു സത്യാഗ്രഹവും സമരവുമായിട്ടൊക്കെ ഇതിന് ഏതോ തരത്തിലൊക്കെ ബന്ധമുണ്ട്. അന്ന് അണ്ണാ ഹസാരെയാണെങ്കിൽ ഇന്ന് സോനം വാങ്ചുക്, അന്ന് അരവിന്ദ് കെജ്രിവാൾ ആണെങ്കിൽ ഇന്ന് അഭിജിത്ത് ദിപ്കെ. അപ്പം ഇതൊക്കെ ഒരു പരസ്പരം ഒന്ന് കണക്റ്റായി പോകുന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഒരു കാര്യം പറയാം, ഈ നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ പലരും, അതിപ്പം കേരളത്തിലെ അറിയാമല്ലോ, എന്തിനും ഏതിനും നമ്മൾ മുൻപിൻ ചിന്തിക്കാതെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പിന്നെ ഇവിടുന്ന് കയറിപ്പോയ കുറച്ച് സെലിബ്രിറ്റീസ് ഉണ്ട്. അവരെ അക്കൗണ്ടുകളെല്ലാം വി ഡി സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പൂച്ച പെറ്റ് കിടന്നെയാണ്. ഇപ്പൊ ഒരാഴ്ച 10 ദിവസമായിട്ടാണ് അതിനകത്ത് ആളനക്കം വെച്ച് തുടങ്ങിയത്. അപ്പൊ അതിനുവേണ്ടി പോയവരും ഉണ്ട് ഈ കൂട്ടത്തിൽ. വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത പലരും കുറച്ചുനാൾ കഴിയുമ്പോൾ എന്തോ ചന്തയ്ക്ക് പോയ അവസ്ഥയിൽ ആവും അവര് ഇതിനെ സപ്പോർട്ട് ചെയ്ത ഒരവസ്ഥ. ഇതിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ചവരെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് കുറച്ചുനാൾ കഴിയുമ്പോൾ കണ്ടറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കൊല്ലം പോലും വേണ്ടി വരില്ല, നിങ്ങൾ നോക്കിക്കോ, തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം എന്തായാലും പുറത്തു വരും. ഒരു കാര്യം ഉറപ്പാണ്, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കുറച്ച് മനുഷ്യരെ കൂട്ടി ഇതൊന്ന് വിജയിപ്പിച്ചെടുക്കാൻ നന്നേ പണിപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് നല്ല രീതിയിൽ ഇതിന് പണിയെടുത്തിട്ടുണ്ട്. അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് ഓർക്കുക, വളരെ താമസിയാതെ തന്നെ ഇതിന്റെ മുന്നണിയിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവും. അന്ന് ഈ അന്ധമായി സപ്പോർട്ട് ചെയ്ത പലരെയും തല കുനിക്കേണ്ടി വരും. എന്തിനു വേണ്ടിയായിരുന്നു എന്ന് തല കുനിക്കേണ്ടി വരും. ബൈ.